ഹലോ ഗൈസ്, ഷാബിൻ വ്ളോഗ്സിലെ വേറൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇന്നൊരു ട്രെക്കിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഉള്ളത് പന്തലൂർ കൂമൂല എന്നിട്ട് സ്ഥലത്തിലാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവാം, അതായത് ഇവിടെ ഒരു സ്വർണ്ണമല ഉണ്ടെന്ന്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് സ്വർണ്ണമലയും പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ മലമ കയറുന്ന പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ കയറുന്ന വഴി ഫുള്ള് പാറ കെട്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഫുള്ള് ഇവിടെയൊക്കെ പാറയാണ്, അതായത് വെള്ളം വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മഴയൊക്കെ പെയ്യുന്നാൽ നല്ല കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാണിച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കുഴി പോലെ ആയിട്ടുണ്ട്, വെള്ളം വന്ന് അടിച്ചിങ്ങനെ താഴെ വരെ പോകുന്നുണ്ട്. നമ്മൾ തുടങ്ങി. അപ്പോൾ ഇത് ഒരു എസ്റ്റേറ്റാണ്, എന്താ ഇവിടെ ഫുള്ള് എസ്റ്റേറ്റാണ്, ഫുള്ളാണ് ചായച്ചെടികളും. പക്ഷെ മല വേറെ പബ്ലിക് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇതൊക്കെ എസ്റ്റേറ്റാണ് കേട്ടോ, ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിനി നടന്നുകൊണ്ടേ നടന്നു. പക്ഷെ നല്ല ഇന്ന് ആണെങ്കിൽ ക്ലൈമറ്റ് കുറച്ച് തണുപ്പാണ് കേട്ടോ. ഇന്ന് എന്താ പറയുക, കുറച്ച് രാവിലെ മഴ പെയ്തതാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ രാവിലെ നല്ല ചെറിയ മഴ പെയ്തിരുന്നു. അപ്പോൾ മേലെ നല്ല ഇത് കിട്ടും, അതായത് മിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല സീനായിരിക്കും. അപ്പോൾ ഞാൻ അവിടേക്ക് പോകട്ടോ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സീനാണ് ഇത് കേട്ടോ. ഉണ്ടായിരുന്നു ഇപ്പം കുറേ കിട്ടി കാലുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇനിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു റോഡ്, അതായത് ബ്രിട്ടീഷുകാർ കാലത്ത് ഉണ്ടാക്കിയ റോഡാന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴും നിലവിലുണ്ട് കേട്ടോ. മേലെയാണ്, കുറച്ച് മേലെയാണ്. മേലെ പോയിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചെന്ന് ഇതാണ് കേട്ടോ. നിൽക്കിട്ടോ, മേലെ പോയിട്ട് ക്ലോസ് വ്യൂയും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. ഇത് പുറം ഭാഗമാണ്, ഇങ്ങനെ മേലെ റോഡാണെന്ന് പറയുന്നത്. അപ്പോൾ മേലെ നമുക്ക് പോകും. ഇതപ്പോൾ കെട്ടി വെച്ച കിതയ്ക്കുണ്ട്. മേലെ കയറി ഇത് കുത്തനെ ഒരു മലയാണിത്. മെല്ലെ മല കയറി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ ഇനി മേലെ പോയി നമുക്ക് മേലെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ റോഡ്. അപ്പോഴത്തെ റോഡൊക്കെ ഈ കല്ല്, അതായത് ഇങ്ങനത്തെ കല്ലാതെ ഉണ്ടാക്കിയത് കണ്ടോ. ചുറ്റി നമ്മളിപ്പോഴത്തെ റോഡിലൊക്കെ കണ്ടിട്ടില്ലേ, സൈഡിൽ ഇതൊക്കെ ഫസ്റ്റ് റോഡായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴത്തെ റോഡിലൊക്കെ മറ്റേ സൈഡിൽ തിണ്ട് പോലെ കണ്ടിട്ടുണ്ടാവില്ല. അതേപോലെ അവർ അപ്പോഴത്തെ കാലത്ത് കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ഇതും ഈ കരിങ്കല്ലല്ല, സോറി, പാറക്കല്ലില്ലേ, പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ അതൊക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ വന്നതിന് ശേഷം ഇവിടെ ഒരു വളവ് കാണാൻ പറ്റുമല്ലോ. ഒരു ഹെയർ പിൻ ബെൻഡ് പോലെ ഒരു വളവ് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു റോഡായിരുന്നു, അപ്പോഴത്തെ കാലത്തെ റോഡായിരുന്നു. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റോഡാണ് ഇതൊക്കെ, അവർ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ തട്ടിക്കളയരുതല്ലോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ കാലത്ത് തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. ഇപ്പോഴും ഒരു കോട്ടം വരാതെ നല്ല രീതിക്ക്, അതായത് അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു അതിശയപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. ആ ഭാഗം കയറി ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുന്ന് കാണാൻ തന്നെ കുറേ സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഗൈസ് ഇത് കാണാൻ പറ്റും തോന്നുന്നു. ഇതെന്താന്ന് വെച്ചാൽ കാണാൻ പറ്റും തോന്നുന്നു. ഇതെന്താന്ന് വെച്ചാൽ മല പിളർന്നതാണ് കേട്ടോ. ഒരു മഴക്കാലത്ത് മേലെന്ന് ഉരുൾ പൊട്ടിയതാണ് മേലെ. അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെയൊക്കെ കുണ്ടാണ്, ഇവിടെയൊക്കെ കണ്ടാൽ അറിയാം.
ഇതിങ്ങനെ മേലെന്ന് ഇങ്ങനെ കുണ്ടാണ്. ഇതങ്ങനെ പിളർന്ന് താഴേക്ക് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുത്തനെ കയറണം കേട്ടോ. നമ്മൾ അവിടുന്ന് കുറേ ദൂരം വന്ന് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ എസ്റ്റേറ്റ് കഴിഞ്ഞ് വേണം ആ മലയ്ക്ക് കയറാൻ. അപ്പോൾ നമ്മുടെ ജേണി പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ എസ്റ്റേറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മളെ മല സ്റ്റാർട്ട് ചെയ്യുന്നത്. മേലെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും തോന്നുന്നു. ഞാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണ്? നല്ല ഹ്യൂമിഡിറ്റി ആണ്. മഴ വരുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ. അതിൻ്റെ മുടിയൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. നനവാണ്, എൻ്റെ മുടിയിൽ ഫുള്ള് നനവാണ്. അപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ക്ലൈമറ്റാണ്. അപ്പോൾ അതൊരു വൈബാണ് കേട്ടോ. അതായത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ മേലെ കയറുമ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് സ്വർണ്ണ മലയുടെ ഉള്ളിലാണ് കേട്ടോ. ഒരു ഗുഹയാണത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫ്ലാഷ് ലൈറ്റ്, ഒരൊറ്റ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇതിൽ ഞങ്ങളിപ്പോൾ 5-10 ആൾക്കാർ പോകുന്നു കേട്ടോ. നല്ല കുത്തനെ ഒരു കയറ്റമാണ്. കയറി പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അവിടെ മേലൊരു വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. അല്ലേ, മേലൊരു ചെറിയൊരു വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ പുറത്ത് പോകുന്ന വഴി കേട്ടോ. എടാ വീരടാ, ഇതിലെ കയറിടാ, ഇങ്ങനെ കയറി, ഇങ്ങനെ കയറിക്കോ. അപ്പൊ ഗൈസ് നമ്മൾ എത്തിട്ടോ. അപ്പോൾ അടിപൊളി അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ. ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ സെറ്റായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞ മലയ്ക്ക് പോകാനുള്ളത് ഇതായിരുന്നു. നമ്മളെ സ്വർണ്ണമല കേട്ടോ. ഇതിലാണ് സ്വർണ്ണം എടുക്കാനുള്ള ഇത് കേട്ടോ. നമ്മുടെ ഉള്ളിൽ കൂടെ നല്ല ഗുഹയായിരുന്നു. അടിപൊളി, നല്ല ഉള്ളിൽ വവ്വാലുകളും ഇത് നല്ല അഡ്വഞ്ചറായിരുന്നു. ഇനി നമുക്ക് മേലെ പോകാട്ടോ. ഈ പുല്ലെന്ന് പറയുമ്പോൾ നമ്മളെ തലേൻ്റെ മേലെ ഉണ്ട് കേട്ടോ പുല്ലൊക്കെ. ആകെ അടിപൊളി സ്ഥലമാണ്. ഇവിടേക്കൊന്നും അധികം നമ്മൾ വന്ന് സന്ദർശിക്കാൻ പാടില്ല. അത് വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ തന്നെ വന്ന് എടുത്തത് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് ഡേഞ്ചറസ് ആയ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ നിറയെ മലകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പുറത്തോട്ടൊക്കെ മിസ്റ്റാണ്, മഞ്ഞ് കവർ ചെയ്തുകൊണ്ട് ഒക്കെ അപ്പുറത്തോട്ട് മലകളും കാര്യങ്ങളും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. സൈഡിലൊക്കെ മല കയറുന്ന നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കയറുന്ന വഴിയിൽ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. പേര് ഫുൾറാ, മനോജ്, സുന്ദരൻ, 2 പേര് കിട്ടി. കയറിക്കോ. നമുക്കെന്നെ തീമിച്ച് ലെവലാണ് ഇവിടെ. താഴേക്ക് ഏകദേശം അപ്പോൾ വീഡിയോയിൽ നമുക്ക് കണ്ടാൽ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാനത് എത്ര ആളുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ഒരു കല്ല് കേട്ടോ,
ഒരു കല്ല് താഴേക്കിടാം. അപ്പോഴാറ്റ എത്തണേ. അപ്പോൾ ഗൈസ് നമ്മൾ മല എങ്ങനെയൊക്കെയോ താഴേക്ക് എത്തിയിട്ടോ. മലയിൽ നിന്ന് വഴിയൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് ഇവിടുന്ന് ഇനി കുറേ പോകണം. ഇതിപ്പോൾ അത്തിക്കുന്ന പറഞ്ഞ സ്ഥലത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കേട്ടോ. എസ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യട്ടോ, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഗൈസ് സൈനിങ് ഫ്രം ഷാബി വ്ലോഗ്സ്. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.